ഹലോ, അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? വയ്യാണ്ടായി സാറേ. 2 ദിവസമായി വല്ലാതെ കൂടുതലാ. സാറിനെ കാണണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. സാറിവിടെ വന്നിരുന്നെങ്കിൽ. അനു, പറഞ്ഞതിൽ കൂടുതൽ ശമ്പളം തന്നാ എന്റെ അമ്മയെ നോക്കാൻ നിന്നെ അവിടെ നിർത്തിയിരിക്കുന്നത്. അത് നീ മര്യാദയ്ക്ക് ചെയ്യ്. അമേരിക്കയിലെ എന്റെ തിരക്കിനെ കുറിച്ച് നിനക്കെന്തറിയാം? നീ അമ്മയ്ക്ക് കൊടുത്തേ. ശരി അമ്മച്ചി, മോനാ. ഹലോ, സുഖമല്ലേ അമ്മേ? മോനെ, എനിക്ക് നിന്നെ കാണാൻ വല്ലാത്തൊരാഗ്രഹം. മോനെ, നീ ഒന്ന് ഇവിടെ വരെ വരുവോ? അത് പിന്നെ ഞാൻ വരാം അമ്മേ. എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാ. മക്കൾ എന്തിയെ മോനെ? അവര് നല്ല ഉറക്കത്തില്ല. ഇവിടെ ഇപ്പം രാത്രിയല്ലേ. നീ എന്താ മോനെ ഉറങ്ങാത്തെ? കുറച്ചു കഴിഞ്ഞൊരു വീഡിയോ കോൺഫറൻസ് ഉണ്ട് ഫിലിപ്പീൻസുള്ള ബിസിനസ് പാർട്ണറുമായിട്ട്. ഞാൻ അതിന് വെയിറ്റ് ചെയ്യാം. ശരി. ഹലോ, ഫ്രാൻസിസ് സാറല്ലേ? അതെ, ഞാനിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ. എന്താ പ്രസിഡന്റ്? സാറെന്താ അമ്മയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വരാതിരുന്നത്? ഞാനിവിടെ പെട്ടിരിക്കുകയാണ് പ്രസിഡന്റ്. എന്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ പോലും എനിക്ക് പറ്റിയില്ല. എന്റെ അമ്മ. സാറ് വിഷമിക്കണ്ട, ഞാനൊരു കാര്യം അറിയാൻ വിളിച്ചതാ. നിങ്ങൾ വീട്ടില് ജോലിക്ക് നിർത്തിയ ഹോം നേഴ്സിന് ആ വീട് സ്ഥലം എഴുതി കൊടുത്തോ? ഇല്ലല്ലോ പ്രസിഡന്റ്. എന്തു പറ്റി? എന്നാ സാറിന്റെ അമ്മ അവർക്കതല്ല എഴുതി കൊടുത്തെന്നാ ഞാൻ അറിഞ്ഞത്. ഈശോയെ, 5 കോടിയുടെ സ്വത്ത് അത് അമ്മയുടെ പേരിലായിരുന്നു. മഴ കാണണമെങ്കിൽ കേരളത്തിൽ വരണം അല്ലേ സാറേ? എന്റെ അമ്മയെ കൊന്നിട്ട് എന്റെ എല്ലാ സ്വത്തും കൈക്കലാക്കി അല്ലടി ഫ്രാൻസിസ്. അച്ഛൻ അറിഞ്ഞോ ഇവള്? ഫ്രാൻസിസേ, എല്ലാം അറിഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. 5 കോടിയുടെ സ്വത്ത് പോയി എന്നറിഞ്ഞപ്പോ ആ നിമിഷം നീ ഇന്ത്യയിലേക്ക് പറഞ്ഞു. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിന്നെ നൊന്തുപെറ്റ് ആരും സഹായത്തിനില്ലാതെ പോറ്റി വളർത്തി ഈ നിലയിലെത്തിച്ച അമ്മയ്ക്ക് നീ എന്ത് വിലയാണ് ഇട്ടിരിക്കുന്നത്? മരിച്ചാലെങ്കിലും നീ എന്റെ അടുത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വിളിക്കരുതെന്നെ നീ അങ്ങനെ. എന്ത് യോഗ്യതയാ നിനക്കെന്നെ അമ്മയെന്ന് വിളിക്കാനുള്ളത്? ഞാൻ മരിച്ചാലെങ്കിലും നീ വരുമോ എന്ന് എനിക്കറിയണമായിരുന്നു. എന്തായാലും സ്വത്തുപോയെന്നറിഞ്ഞപ്പോൾ നീ വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ഫ്രാൻസിസേ, ഈ വീടും സ്വത്തും സ്ഥലമെല്ലാം എന്റെ നല്ല പ്രായത്തിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയതാ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം ഇവക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. നിനക്ക് പോകാം.